പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന ഇന്ത്യൻ കാർഷിക മേഖലയിലെ ഒരു വിപ്ലവാത്മക മാറ്റത്തിന്റെ തുടക്കമാണ്. ഇന്ത്യയുടെ സാമ്പത്തിക പുരോഗതിക്കും സാമൂഹിക സമൃദ്ധിക്കും അടിസ്ഥാനശിലയായ കൃഷി മേഖലയെ ശക്തിപ്പെടുത്താൻ കേന്ദ്ര സർക്കാരിന്റെ പുതിയ ദൗത്യമാണ് ഈ പദ്ധതി. പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തിന്റെ പിന്നോക്കം നിൽക്കുന്ന 100 ജില്ലകളിൽ കർഷക സമൂഹത്തിനും ഗ്രാമീണ ജനങ്ങൾക്കും നേരിട്ട് ആനുകൂല്യങ്ങൾ നൽകുകയാണ് പ്രധാന ഉദ്ദേശം. പദ്ധതിയുടെ ആമുഖം: 24,000 കോടി രൂപയുടെ ഭീമമായ ഫണ്ടുമായി മുന്നോട്ടുവരുന്ന പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന കർഷകരുടെ ജീവിത നിലവാരം ഉയർത്താനും കാർഷിക ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിടുന്ന ഒരു മിഷൻ മോഡ് സംരംഭമാണ്. ഈ പദ്ധതി മുഖ്യമായും 3 പ്രധാന പ്രശ്നങ്ങളെയാണ് നേരിടുന്നത്: കുറഞ്ഞ വിളവ്, വായ്പ ലഭ്യതയിലെ കുറവ്, കുറഞ്ഞ കൃഷി തീവ്രത. ആദ്യമായി കുറഞ്ഞ വിളവ് എന്ന പ്രശ്നത്തെ എങ്ങനെ പരിഹരിക്കുന്നു എന്ന് നോക്കാം. ഇന്ത്യയുടെ പല ഗ്രാമപ്രദേശങ്ങളിലും കൃഷി ഇപ്പോഴും പരമ്പരാഗത രീതികളിലാണ് നടക്കുന്നത്. അതിനാൽ പ്രതിഫലം കുറവാണ്, വിള ഉത്പാദനക്ഷമത താഴെയാണ്. ഈ പ്രശ്നം പരിഹരിക്കാൻ മികച്ച ജലസേചനം, പുതിയ കാർഷിക സാങ്കേതിക വിദ്യകൾ, വിള വൈവിധ്യവൽക്കരണം, വിളവെടുപ്പിന് ശേഷമുള്ള സംഭരണ സൗകര്യങ്ങൾ തുടങ്ങിയവ പ്രോത്സാഹിപ്പിക്കും. ഇതിലൂടെ കൃഷിക്ക് കൂടുതൽ കരുത്ത് ലഭിക്കുകയും കർഷകർക്ക് കൂടുതൽ വരുമാനം ഉറപ്പാക്കുകയും ചെയ്യും. അടുത്തതായി വായ്പ ലഭ്യതയിലെ കുറവ് എങ്ങനെ പരിഹരിക്കപ്പെടുന്നു എന്ന് നോക്കാം. കർഷകരുടെ മുന്നിലുള്ള മറ്റൊരു വലിയ വെല്ലുവിളി വായ്പ ലഭ്യതയാണ്. പലപ്പോഴും ഔദ്യോഗിക ബാങ്കിംഗ് സംവിധാനങ്ങൾ കേവലം വലിയ കർഷകർക്ക് മാത്രമാണ് വായ്പ നൽകുക. പദ്ധതിയിൽ 11 മന്ത്രാലയങ്ങൾക്കുള്ള 36 നിലവിലുള്ള പദ്ധതികളെ ഏകോപിപ്പിച്ച് വായ്പ ലഭ്യതയും കാര്യമാക്കുന്നു. എളുപ്പത്തിൽ വായ്പ ലഭ്യമാക്കുന്നതിനായി തത്സമയ ഡാഷ്ബോർഡുകൾ വഴി നിരീക്ഷണം നടത്തുകയും 117 പ്രധാന പ്രകടന സൂചികകൾ ഉപയോഗിച്ച് പുരോഗതി വിലയിരുത്തുകയും ചെയ്യും. അടുത്തതായി, ഭൂമിയുടെ മുഴുവൻ ശേഷിയും കൃഷിക്കായി ഉപയോഗപ്പെടുത്തുന്നില്ലെന്നതാണ് മറ്റൊരു പ്രധാന പ്രശ്നം. ഈ പദ്ധതി കൂടുതൽ ഭൂമി ഉത്പാദനക്ഷമമാക്കി മാറ്റാൻ കർഷകരെ പ്രോത്സാഹിപ്പിക്കും. അതോടെ രാജ്യത്തിന്റെ ആകെ കാർഷിക ഉൽപ്പാദനം വർദ്ധിക്കും. അടുത്തതായി, പദ്ധതിയുടെ പ്രത്യേകതകളും ആഗോളതലത്തിൽ പ്രാധാന്യവുമാണ് ചർച്ച ചെയ്യുന്നത്. പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത വിവിധ മന്ത്രാലയങ്ങൾക്കു കീഴിലുള്ള 36 പദ്ധതികളെ ഏകോപിപ്പിക്കുന്നത് എന്നതാണ്. ഇതിലൂടെ കർഷകർക്ക് സേവനങ്ങൾ ഒരു വാതിൽക്കൽ തന്നെ ലഭ്യമാകും. കേന്ദ്ര, സംസ്ഥാന സർക്കാരുകളുടെ വിവിധ പദ്ധതികൾ തമ്മിലുള്ള ചിതറൽ ഒഴിവാക്കി ഏകോപിതമായ വികസനം സാധ്യമാക്കും. തത്സമയ ഡാഷ്ബോർഡുകൾ വഴി 117 പ്രകടന സൂചികകൾ നിരീക്ഷിക്കുന്നത് പദ്ധതിയുടെ ഫലപ്രാപ്തി ഉറപ്പാക്കാൻ വലിയ സഹായം ചെയ്യും. ആസ്പിരേഷണൽ ഡിസ്ട്രിക്ട്സ് മോഡലിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഗ്രാമീണ മേഖലയിൽ സുസ്ഥിര വളർച്ചയ്ക്ക് ഇത് വഴിയൊരുക്കും. കർഷകരുടെ വരുമാനവും ശാക്തീകരണവും ദൈനംദിന ജീവിതവുമെല്ലാം ഈ പദ്ധതിയിലൂടെ നന്നായി മാറ്റം കാണും. UPSC, KAS തുടങ്ങിയ മത്സര പരീക്ഷകൾ തയ്യാറെടുക്കുന്നവർക്ക് പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജനയുടെ എല്ലാ ഘടകങ്ങളും വിശദമായി അറിയണം. ഇതിന്റെ ലക്ഷ്യങ്ങൾ, നടപ്പിലാക്കുന്ന സംവിധാനങ്ങൾ, ഉള്ളടക്കം, പ്രത്യേകതകൾ, സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ പങ്ക്, കർഷക സമൂഹത്തിന് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ എന്നിവ പരീക്ഷയിൽ ചോദിക്കാവുന്ന വിഷയങ്ങളാണ്. ഇതുപോലുള്ള കൂടുതൽ പരീക്ഷാ സംബന്ധമായ അപ്ഡേറ്റുകൾ അറിയാൻ ഈ ചാനൽ പിന്തുടരൂ. പുതിയ സർക്കാർ പദ്ധതികൾ, കാർഷിക പരിഷ്കാരങ്ങൾ, വികസന ദൗത്യങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിശദമായ അറിവ് നിങ്ങളുടെ വിജയം ഉറപ്പാക്കും. ചുരുക്കത്തിൽ പറഞ്ഞാൽ, പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന ഇന്ത്യൻ കാർഷിക മേഖലയിലേക്കുള്ള പുതിയ ദിശയാണ്. അത് കർഷകരുടെ ഭാവി സുരക്ഷിതമാക്കുമെന്നും ഗ്രാമീണ ഇന്ത്യയെ സമ്പന്നമാക്കുമെന്നും രാജ്യത്തിന്റെ സമഗ്ര വളർച്ചയ്ക്ക് വഴികാട്ടുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. KAS, UPSC സംബന്ധമായ ഡെയിലി കണ്ടന്റുകൾ ലഭിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വീണ്ടും കാണും വരെ നന്ദി.